നമസ്കാരം. ഹമാസിന് മുന്നറിയിപ്പുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചാൽ തന്നെ ഒക്ടോബർ 7 തട്ടിക്കൊണ്ട് പോയവരിൽ ഇനി എത്ര ബന്ദികൾ ബാക്കിയുണ്ടെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടുവെന്നും കരുതപ്പെടുന്നു. 2023 നവംബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം 105 ബന്ദികളെ വിട്ടയച്ചിരുന്നു. 4 പേരെ ഇതിനു മുമ്പ് മോചിപ്പിച്ചിരുന്നു. 8 ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരിൽ ഉൾപ്പെട്ട യൂസഫ് സിയാദ് എന്ന 53-കാരന്റെ മൃതദേഹം കണ്ടെടുത്തതാണ് ഇപ്പോൾ ഇത്തരമൊരു ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് തീവ്രവാദികളുടെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രായേൽ സൈനിക വൃത്തങ്ങളായിരുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സിയാദിന്റെ 22-കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹവും കണ്ടെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നതെങ്കിലും അക്കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ആയിഷ എന്നിവരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലി സ്ഥലത്ത് നിന്നായിരുന്നു ഇവരെ ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിനു ശേഷം 2023 നവംബർ 30 ബിലാലിനെയും ആയിഷയും ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം യൂസഫും ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രായേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നു. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് സൈന്യം കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം 2 ഹമാസ് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. യൂസഫ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്ന തീവ്രവാദികളാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അതേ സ്ഥലത്തല്ല യൂസഫിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രഹസ്യമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തുരങ്കത്തിൽ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തിയത്. യൂസഫ് സിയാദിൻ മരിച്ചിട്ട് 7 നാളുകളായി എന്നാണ് സൂചന. എന്നാൽ ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം മകൻ ഹംസയുടെ മൃതദേഹം കണ്ടെടുത്തെന്നാണ്. എന്നാൽ ഇസ്രായേൽ സൈന്യം ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖർ യൂസഫിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. യൂസഫിന്റെ മക്കളായ ബിലാലിനെയും ആയിഷയും രക്ഷിച്ചതുപോലെ യൂസഫിനെയും മകൻ ഹംസയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് കരുതിയിരുന്നതെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകനായ ഹംസയും വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. തങ്ങൾ അറബ് വംശജരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് യൂസഫിന്റെ മകനായ ബിലാൽ മോചിപ്പിക്കപ്പെട്ട സമയത്ത് വെളിപ്പെടുത്തിയത്. അതേസമയം 2ാമത്തെ തവണയായിരുന്നു ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത്. സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങും. അത് ഹമാസിനോ മറ്റാർക്കെങ്കിലും ഗുണകരമല്ല. അതേപറ്റി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ്. ഇനിയും അധികകാലം അവർ ബന്ദികളായി തുടരില്ല. ഇസ്രായേലികളടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അമേരിക്കക്കാരും ആ കൂട്ടത്തിലുണ്ട്. അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നുമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് കരാർ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികൾ വഷളാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇസ്രായേലുമായി വൈകാതെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിന്റെ ഭാഗമായി 34 ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. ഇവരുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല.